ഹബക്കൂക്കിന്റെ കൽപ്പന അനുസരിക്കപ്പെടല്ല, ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് സ്നാനത്തിൽ കഴിയുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ അകത്തറത്തി വരും. പറയുന്നില്ല അവന്റെ അകത്താണ് ശക്തി വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി. ഇവരെന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ കണ്ടോ. സ്നാനപ്പെട്ട ദൈവം പ്രസാദിക്കും, സ്നാനപ്പെട്ട വീട്ടുകാരെ പ്രസാദിച്ചത് വരുത്തില്ല, അല്ലേ? ആണോ? സ്നാനപ്പെട്ട ബന്ധുക്കോസിലോട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുകാർക്ക് കണ്ടുകൂടാ, നാട്ടുകാർക്ക് കണ്ടുകൂടാ, രക്തബന്ധങ്ങൾക്ക് കണ്ടുകൂടാ, പിന്നെ പള്ളിയിൽ അച്ഛനും കണ്ടുകൂടാ. നിങ്ങൾ സ്വന്തം പറയുന്നില്ല. ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ആവശ്യമാണെങ്കിൽ മനുഷ്യന്റെ പ്രസാദം വേണ്ടെന്ന് വെക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കേട്ടോ? വീട്ടുകാരെ പ്രസാദിപ്പിക്കുന്നവന്, നാട്ടുകാരെ പ്രസാദിപ്പിക്കുന്നവന്, രക്തബന്ധങ്ങളെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് നമുക്ക് ആവശ്യം മനുഷ്യന്റെ പ്രസാദമല്ല, വീട്ടുകാരുടെ പ്രസാദമല്ല, നാട്ടുകാരുടെ പ്രസാദമല്ല, പാരമ്പര്യത്തിന്റെ പ്രസാദമല്ല. നമുക്ക് ആവശ്യം എന്നെയും നിന്നെ തെരഞ്ഞെടുത്ത സൃഷ്ടിച്ച അവനാണ് എന്നിൽ പ്രസാദിക്കേണ്ടത്. അവൻ നിന്നിൽ പ്രസാദിച്ചാൽ നിന്റെ അകത്തൊരു ശക്തിയാവരിക്കും. അവൻ നിന്നിൽ പ്രസാദിച്ചാൽ നിന്റെ ശരീരത്തിൽ ഒരു ശക്തിയാവരിക്കും. ആ ശക്തിയുടെ പേരാണ് അത്യുന്നത ശക്തി. ഹല്ലേലൂയ. അപ്പൊ ആ ശക്തി വ്യാപരിച്ചാൽ, ആ ശക്തി എന്റെ അകത്ത് വന്നാൽ, നിങ്ങളുടെ അകത്ത് വന്നാൽ എന്താ പ്രത്യേകത, എന്താ വേണ്ടം? മറിയമ്മയുടെ വാചകം ശ്രദ്ധിച്ചോ? ഇതെന്നെ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ. അത്യുന്നതന്റെ ശക്തി, ദൂതൻ പറഞ്ഞ വാചകം അറിയാമോ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിലും. ആകെയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധമല്ല എന്ന് പറഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ നടക്കാത്ത വിഷയമാണ്. ഒരു വ്യക്തിയുമായിട്ട് ബന്ധം പുലർത്താതെ ഒരു ഗർഭധാരണം നടക്കത്തില്ല. പക്ഷേ